ഞാനൊരു പച്ചക്കറിയെ പറ്റി പറയുകയാണ്. നമ്മുടെ ചിലവരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അറിയാൻ മേത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ ഇടുകയാണ്. ഇതാണ് മുള്ളങ്കി എന്ന് പറയും. എൻ്റെ പേര് റാഡിഷ് എന്ന് പറയും. ഇതിൻ്റെ ഹിന്ദിയിൽ മുളി എന്ന് പറയും. അപ്പോൾ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ കനകപ്പാല എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും കാണാം. അപ്പോൾ ഇത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മുള്ളങ്കി ഇനത്തിൽപ്പെടുന്ന ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ്. അപ്പോൾ ഈ കിഴങ്ങ് വർഗ്ഗ വിളയിലുള്ള ഒരു ഇനമാണ് മുള്ളങ്കി. അത് ഈ വേര് വളർന്ന് വലുതായി വരുന്നതാണ്. അങ്ങനെ വലുതായി വരുന്നതാണ് ഈ ഈ ഈ മുള്ളങ്കി. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ 3 ഇനവും ഇതിൽ പെട്ടാണ്. കൃഷികളെല്ലാം ഏതാണ്ടൊക്കെ പോലെയാണൊക്കെ ഇരിക്കണം. എല്ലാം ആ ഗ്രൂപ്പ് പെട്ട. പക്ഷേ വ്യത്യസ്ത ഫാമിലിയാണ് ഇതെല്ലാം. അപ്പം ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് വെസ്റ്റ് ചൈനയിലാണെന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യയിലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലാണെന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഈ മുള്ളങ്കി ക്രൂസിഫറെ ഫാമിലിയിൽപ്പെട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കൊഴുപ്പൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ള ഗുണങ്ങൾ. കൊഴുപ്പൊക്കെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഇന്ത്യയിൽ പല ഇനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു പുസാദേശി എന്നൊരു ഇനമുണ്ട്. അപ്പോൾ ഈ പുസാദേശി 30 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും. ഇതിപ്പോൾ ഏതാണ്ട് 20 സെൻറ്റിമീറ്റർ നീളം അങ്ങനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുസാദേശി ഈ ഇവിടെ നിന്നിട്ട് പച്ച കളറുണ്ട്. അത് ഇവിടം തൊട്ട് പച്ച കളർ, ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗം വേറെ കളറാണ്. അപ്പോൾ അതിനെയാണ് പുസാദേശി എന്ന് പറയണത്. അപ്പം പിന്നെ വേറെ ഒരു ഇനം ജാപൂരി എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അത് ഒരു 90 സെൻറ്റിമീറ്ററോളം ഉണ്ട് നീളം. പിന്നെ എലിവാല എന്ന് പറയണത്. അപ്പോൾ എലിവാല എന്ന് പറയുന്നതിന് ഇതിത്ര വണ്ണമുണ്ട്. അപ്പോൾ അതിന് ഇത്ര വണ്ണം കുറവാണ്. അത് അങ്ങനെ ഒരു ഇനമുണ്ട് എലിവാല. അപ്പം പിന്നെ നമ്മുടെ ഇന്ത്യൻ സർവകലാശാല, കാർഷിക സർവകലാശാലയുടെ ഒരിനമുണ്ട് പുസാചേതകി എന്ന് പറയണം. അപ്പോൾ ആ പുസാചേതകി ഇനം എന്ന് പറയണത് സാമാന്യം നീളമൊക്കെ ഉള്ളതാണ്. അത് രുചിയുള്ള ഒരു ഇനമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വിളകളൊക്കെ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ വേറെ ഒരു ഇനം കൂടിയുണ്ട്, ഇന്ത്യൻ സ്നോ ലോങ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്നോ ലോങ് എന്ന് പറയുന്ന വേറെ ഇനം. അപ്പോൾ ഈ പുസാചേതയും ഇനങ്ങളും ഈ ഇന്ത്യൻ സ്നോ ലോങ് എന്ന് പറയുന്ന ഇനമൊക്കെ ഈ ഹൈറേഞ്ച് സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നതാണത്. അപ്പം ഹൈറേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുക്കി കിഴക്കൻ ഏരിയ. പിന്നെ ഈ മുള്ളങ്കിയുടെ പൂവും മുള്ളങ്കിയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ വാതപിത്ത കഫങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരും. പിന്നെ ഇലകളൊക്കെ വറുത്ത് കഴിച്ചാൽ വാതപിത്തം കഫം കുറയ്ക്കുവാൻ കഴിയും. കൂടാതെ ഈ മുള്ളങ്കിയുടെ ഇലയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മൂത്രാശയ കല്ല് അലിയിച്ച് കളയാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂത്രങ്ങൾ പോവുകയും ചെയ്യും. പിന്നെ ഈ ഊണിന് മുമ്പ് ഈ മുള്ളങ്കി നമ്മൾ കഴിക്കുവാണെങ്കിൽ വിശപ്പും ദാഹവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ മുള്ളങ്കിയുടെ നീര് മിക്സിയിൽ അടിച്ചിട്ട് നീരെടുത്തിട്ട് അതൊരു 3 ഔൺസ് വീതം തേനിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ട് സംബന്ധമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതാണ് ഈ മുള്ളങ്കി കഴിച്ചാൽ. അത് കൂടാതെ മൂത്രത്തിലെ ഗ്രന്ഥികളുണ്ട്. പല ഗ്രന്ഥികളുണ്ടല്ലോ മൂത്രത്തിൽ, പല കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ ആ മൂത്രഗ്രന്ഥികൾക്ക് ശക്തി, ബലമൊക്കെ നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഴിവും കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ആരോഗ്യ വിദഗ്ധന്മാർ കണ്ടെത്തിയിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പം ഇതിൻ്റെ വിത്തുണ്ട്, ഈ മുള്ളങ്കിയുടെ വിത്ത്. ഈ വിത്തെന്ന് പറയുന്നത് എണ്ണ എടുത്തു കഴിഞ്ഞാൽ കടുകെണ്ണയുടെ ഗുണം പോലെ തുല്യാന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രയോജനം ഇതിൻ്റെ വിത്തിനുണ്ട്. പിന്നെ ഈ മുള്ളങ്കിയിൽ തോരനും മെഴുക്കുവരട്ടിയും അച്ചാറൊക്കെ ഉണ്ടാക്കാം. പിന്നെ സലാഡിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത്. പിന്നെ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി വിഭവമാണ്. അതിന് 100 ഗ്രാമിനായിട്ട് 50 മില്ലിഗ്രാമോളം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അന്നജം എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് 3.4 ഗ്രാം എങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യം 100 ഗ്രാമിൽ 138 മില്ലിഗ്രാം വരെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ സോഡിയം ഒരു 33 മില്ലിഗ്രാം കൂടി അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കൃഷി നമ്മൾ നേഴ്സറിയിൽ നിന്ന് വിത്തൊക്കെ വാങ്ങിച്ച് വളർത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ചെളിമണ്ണിൽ വളർത്താൻ പറ്റില്ല. വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് മുരടിക്കുന്നതാണ്, അതാണ് കണ്ടുവരുന്നത്.
പിന്നെ ഇത് ചുമന്ന മണ്ണിൽ, ചെമ്മണ്ണെന്ന് പറയും, ചെമ്മണ്ണിൽ വളർത്തിയാൽ നല്ലതായിട്ട് വളരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് വളർത്തിയെടുക്കും വെള്ളം കൂടുതൽ ഒഴിക്കാവില്ല, മിതമായ രീതിയിൽ ഒഴിക്കാവും. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ വളർന്ന് വലുതായിട്ട് കായയുടെ വണ്ണം കുറയുമെന്നാണ് പറയുന്നത്, കായയുടെ എണ്ണം കുറയും. പിന്നെ അത് കഴിഞ്ഞ് 35 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇത് അന്തരീക്ഷ ടെമ്പറേച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ രൂക്ഷമായ ഗന്ധം ഉണ്ടാവും ഇതിൻ്റെ. ഇത് പാകിയെടുത്ത് നമ്മൾ ഈ മുള്ളങ്കി പിഴുതെടുത്ത് കഴിഞ്ഞാൽ അതിനുണ്ടാവും. പിന്നെ അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ കുറയുന്നത്. അപ്പോൾ അതിൽ താഴ്ന്ന രീതിയിലാണ് ഒരു 30 ഡിഗ്രി താഴ്ചയുള്ള സെൻറ്റിഗ്രേഡിൽ അന്തരീക്ഷത്തിൽ ഇത് വളർത്താനുള്ള എന്നാണ് പറയുന്നത്. അപ്പോൾ ശീതകാല പച്ചക്കറിയാണിത്. അപ്പോൾ ഈ തണുപ്പാണ് ഇതിന് വളരെ ഇഷ്ടം. തണുപ്പ് സമയത്ത് വളർത്തുന്നതാണ് ഇതിനെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്നാൽ ചൂട് സമയത്തിന് നേരിടാനുള്ള കഴിവും ഈ പച്ചക്കറിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തോന്നുന്നു നമ്മുടെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, വാച്ച് ചെയ്യണം. എല്ലാവർക്കും നന്ദി. ഈ മുള്ളങ്കിയുടെ നീര് എടുത്തിട്ട് സ്വല്പം നീരെടുക്കുക, അത്രയും തന്നെ തൈര് എടുത്തിട്ട് അത്രയും അടുത്ത് സ്വല്പം തൈരും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് വെട്ടിക്കഴിഞ്ഞാൽ മുഖക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയണം. മിക്സ് ചെയ്തിട്ട് മുഖത്ത് വരണം. അപ്പോൾ മുഖത്ത് വെട്ടി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മുഖത്തെ മുഖക്കുരു, പിന്നെ അതുപോലെ കലകളൊക്കെ മാറും. പിന്നെ അതുപോലെ ചർമ്മത്തിന് മാർദ്ദവമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ലതാണ്. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്.